അങ്ങനെ വിചാരിച്ചാണ് നമ്മളിത് വാങ്ങിച്ചത്. ഇത് മുഴുവൻ ഇപ്പോൾ പൊളിച്ച് നമ്മൾ ശരി അമ്മക്കിളിയുടെ പുതിയ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അതിനു മുമ്പ് അമ്മക്കിളിയുടെ കൂട്ടുകൂടാൻ മറക്കരുത് കേട്ടോ. ആരും മറന്നു പോകരുതേ, തിരിച്ചും പറയത്തില്ല കേട്ടോ. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കടകളിൽ വാങ്ങിച്ച്, അത് വെക്കേഷൻ ടൈമിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കഴിച്ചിട്ടുള്ളൊരു സംഭവമാണിത്. ഓരോ സ്ഥലത്തും ഓരോ പേരാ പറഞ്ഞത്. ഞങ്ങളുടെ അവിടെയൊക്കെ കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ, ചിലയിടത്ത് കടലയെന്ന് പറയും. ഇപ്പോൾ ചോദിക്കും നിങ്ങൾ ഈ കടലയെ പറ്റി എന്താ പറയാൻ പോകുന്നത്? ഇതിൻ്റെ കാര്യം ഇപ്പം ഞാൻ പറയാം കേട്ടോ. ഇത് ഞങ്ങളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. എല്ലാവരും കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. നിങ്ങളിപ്പോൾ അങ്ങനെ പറയൂ. കടയിൽ നിന്ന് വാങ്ങിച്ചത് പച്ചക്കടലയാണെന്ന് വിചാരിച്ച പിള്ളേർ വാങ്ങിച്ചോണ്ട് വന്നു. ഇത് നോക്കിയില്ല, റോസ്റ്റഡ് പീനട്ട് എന്നുള്ളത് നോക്കിയില്ല, പച്ചക്കടലയാണെന്ന് വിചാരിച്ച് വാങ്ങിച്ചു. കാരണം പച്ച എന്തിനാന്ന് ചോദിച്ചാൽ, പച്ച നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ ഒരു 4 വിസിൽ വിട്ടിട്ട് അത് എടുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കടല പുഴുങ്ങി കഴിക്കാന്ന് പറയും. ഭയങ്കര ടേസ്റ്റ്. അത് ആരും ഇഷ്ടപ്പെടാത്തവർ കാണത്തില്ല കേട്ടോ, അത്രയും ടേസ്റ്റാണ്. പക്ഷെങ്കിൽ ഇപ്പോൾ 2-3 ദിവസമായി ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ശരി അത് ചോദിച്ചെന്തോ ചെയ്യണം. ശരി മമ്മിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് പുഴുങ്ങുന്നെങ്കിൽ പുഴുങ്ങുക എന്ന് പറഞ്ഞു. ശരി എന്നാൽ പുഴുങ്ങാന്ന് വിചാരിച്ച്. ശരി ഇതിനകത്ത് കണ്ട വലിയ കടലമാതിരി ഉണ്ട്. അപ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കാം. അതിനകത്ത് പരിപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ലോ. കടല വലുതാണോ എന്ന് വെളിയിൽ നമുക്ക് മൊത്തത്തിൽ കാണാൻ വലിപ്പം ഉണ്ടെങ്കിലും അകത്തെ പരിപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ തോല് പരവരാന്ന് ഇളകി വരുന്നു. ഇത് പച്ചക്കടല എന്താ ഇങ്ങനെ ഇരിക്കുന്നു വിചാരിച്ച് നോക്കിയപ്പം, വായിലിട്ട് നോക്കിയപ്പം ഇത് കടല വറുത്തതാണ്. അപ്പോൾ പിള്ളേരോട് വന്നപ്പോൾ അയ്യോ ഞാൻ പുഴുങ്ങാൻ വേണ്ടി വാങ്ങിച്ചാണല്ലോ മമ്മി എന്ന് പറഞ്ഞു. ഞാൻ മനസ്സാറില്ല ഇനിയിപ്പോൾ ഇങ്ങനെ കഴിക്കാതെ, ഇപ്പം നല്ല സാധനമല്ലേ എന്ന് വിചാരിച്ച്. അത് കണ്ട വലിയ കടലയാണ് കേട്ടോ. ഇത് കണ്ടാലും നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഇത്രയും വലിപ്പം മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറയുന്ന എല്ലാവരും ഇനി പൊളിച്ചും കഴിക്കാൻ പറ്റും. ഇത് ഇനി പൊളിച്ച് കഴിക്കാൻ വയ്യ മടിയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനൊരു ഐഡിയ കണ്ടിട്ട് ഇതങ്ങോട്ട് ചെയ്യാൻ പോവാം. എന്താണെന്നല്ലേ നിങ്ങൾ മക്കളി എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇത് കുറച്ച് നമുക്ക് എടുത്തൊന്ന് പൊളിച്ച് ഇതിനകത്ത് കുരു എടുക്കാം. കുരു എടുത്തിട്ട് പിന്നെ നമുക്ക് നല്ല വലിപ്പമുള്ളതാണ്ടോ, ഇതൊക്കെ കണ്ടോ എന്തൊരു വലിപ്പമാണ്. നല്ല ഭയങ്കര കട്ടിയതിന് കേട്ടോ. ഈ കടലയിൽ ഇവിടെ നിറയെ വെറൈറ്റി കിട്ടും. നമ്മുടെ കടലമുട്ടായി അത് തനിയെ കിട്ടും. പിന്നെ അരച്ചുണ്ടാക്കുന്ന എന്തോ ഒരു സംഭവം. പിന്നെ അതിൻ്റെ ബാറ് നമ്മൾ പിന്നെ ഓട്സും ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ബാർ. അതൊക്കെ ഭയങ്കര വിറ്റമിനാണ് കേട്ടോ. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്. തേനും ഒക്കെ മിക്സ് ചെയ്ത് എന്തൊക്കെയോ ഉണ്ടാക്കും. അതുപോലെ വേറൊരു കാര്യം ഇവിടെ എന്ന് വെച്ചാൽ, ചിലർക്ക് കടല അലർജി ഉള്ളവരുണ്ട്. അതുകൊണ്ട് സ്കൂളിലൊന്നും കടല കൊണ്ടുള്ള ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അത് കൊണ്ടുപോയാൽ അവർ അത് ബാൻ ചെയ്തിരിക്കുകയാണ്. കാര്യം അലർജി ആർക്കാ ഉള്ളതെന്ന് അറിയത്തില്ല. അല്ല അലർജി ഇല്ലെന്ന് പറഞ്ഞാൽ മാത്രമേ പീനട്ട് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ കടലയുടെ കാര്യത്തിൽ. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഞാനിതൊന്ന് പൊളിച്ചെടുത്തിട്ട് കടല തന്നെയാക്കി തോല് തന്നെ ആക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോണം കേട്ടോ. ഞാനിപ്പോൾ ഇത് പൊളിക്കുവാണേ. ഇതിനകത്ത് 3 പരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തൊലിയും കൂടെ കളഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതൊരു കുപ്പിക്കകത്തോട്ട് ഇട്ട് വെക്കാൻ പോകാം. പൊളിച്ച് തിന്നാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ തിന്നാന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് വെക്കുവാണേ. എല്ലാം നമുക്കൊന്ന് പൊളിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ നോക്കണം കേട്ടോ. നമുക്ക് ഇതങ്ങ് അടിപൊളിയാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇതിങ്ങനെ പൊളിച്ച് തിന്നാൻ വലിയ പാടുള്ളവർക്ക് അത് ഈസി ആയിട്ട് സ്പൂൺ കൊണ്ട് കോരി അങ്ങ് തിന്നാൽ മതിയില്ല. നല്ല മുട്ടൻ കടലയാണ് കേട്ടോ, വലിയ കടലയത്. നമുക്ക് പൊളിച്ചെടുക്കാനുള്ള പറഞ്ഞാൽ തോലിന് ഭയങ്കര കട്ടിയാണ്. തോന്നുന്നു നമ്മുടെ അവിടെ കിട്ടുന്നതിന് ഇത്രയും കട്ടിയില്ലെന്ന് തോന്നുന്നു. ഭയങ്കര കട്ടിയാണ്. എൻ്റെ മക്കളെ ഇത്രയും പൊളിച്ച് ഭയങ്കര കട്ടിയാണ് തോലിന് കേട്ടോ. ഇത്രയുമായി മുമ്പേ 3/4 ഭാഗം ഉണ്ടാകും. ഇപ്പോൾ അരയായി. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? അങ്ങോട്ട് പോകുമ്പം ഒരു പിടി, ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പിടി. എല്ലാവരും ഓരോരുത്തർ 2, 3 എടുത്തിട്ട് പോയി. ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇനി ബാക്കിയൂടെ പൊളിച്ച് തീരുമ്പോഴത്തേക്ക് ഇനി ഇത് എത്രയും കുറയുമെന്ന് അറിയത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ പൊളിച്ച് വെച്ചപ്പോൾ എല്ലാവർക്കും ഈസി, വയലോട്ട് കിട്ടാൻ മതിയല്ലോ. അതായത് കൈക്ക് പണിയില്ലാത്തൊരു സംഭവമായി പോയില്ല ഇങ്ങനെ പൊളിച്ച് വെച്ചപ്പം. അടുത്തതും കൂടെ എടുക്കുന്നതിന് മുമ്പ് ബാക്കിയൂടെ പൊളിച്ച് അടച്ച് മാറ്റി വെക്കട്ടെ. ഇത് നോക്കാം എൻ്റെ മക്കളെ. അങ്ങോട്ട് പോകുമ്പം 4 എണ്ണം, ഇങ്ങോട്ട് വരുമ്പം 4 എണ്ണം. ഇങ്ങനെ എടുത്തെടുത്ത് ഇപ്പോൾ ഒരു കുപ്പി ഉണ്ടായിരുന്നത് ഇത്രയുമായി. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഇതിവിടെ ഇരുന്നാൽ ഇത് 1/4 ഭാഗമാകും. അതിനു മുമ്പ് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകണം. ഇനിയൊരു കാര്യം മക്കളെ, ഇത് നിങ്ങൾ പച്ചക്കടല വാങ്ങിച്ചത് തോലില്ലാത്തതായാലും തോലുള്ളതായാലും കുഴപ്പമില്ല, വാങ്ങിച്ച് നിങ്ങൾ ഉപ്പിട്ട് കുക്കറിലിട്ട് ഒരു 4 വിസിൽ അടിച്ചിട്ട് കഴിച്ച് നോക്ക്. അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം അത് ചെയ്തിട്ട് അമ്മക്കിലേക്ക് ഒരു കമന്റ് ഇടണം കേട്ടോ. എൻ്റെ പിള്ളേരെ ഇപ്പോൾ കണ്ടില്ലേ ഇത്? എന്താ കടല അത് ഈസി ആയിട്ട് തിന്നാൻ പറ്റുന്നുണ്ട്. തൊലിയും കൂടെ പൊളിച്ച് വെച്ചിരിക്കുമല്ലേ. അതുകൂടെ ഉണ്ടാകുന്ന കൂടി ഇച്ചിരി ഒന്ന് കൈയാണക്കി. എന്താ അതും എങ്ങനെ വായിലിടുക, ഇതെല്ലാം പരിപാടി. അപ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് ഓർഡർ ചെയ്യാൻ പറഞ്ഞില്ലേ. ഒരു കുപ്പി ഉണ്ടായിരുന്നത് ഞാൻ ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഇത്രയുമായി. ഇപ്പോൾ ഇനി ഏതായാലും ഇത് വിട്ടു കൊടുക്കുന്നില്ല, ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. അതിന് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ചെറിയ ഫ്രൈ പാൻ മാതിരി ഒരു സംഭവം കൊണ്ട് വെക്കാം കേട്ടോ. മഴക്കാലമൊക്കെ അല്ലേ. അപ്പം കട്ടൻ കാപ്പി ഇട്ട് ഇത് കൂടി ഇങ്ങനെ കുറച്ച് തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നല്ല എരിയും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് കടല. പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ഒരു 2 തുള്ളി എണ്ണ, ഒരു ഇത്തിരി മുളക് പൊടി, ഒരു കരിയാപ്പില അങ്ങോട്ടിട്ട് ചൂടായോടെ കപ്പലിൻ്റെ ഇട്ടെന്ന് ഇളക്കി ഇങ്ങോട്ട് എടുക്കുക. അപ്പം നമുക്ക് കഴിക്കുമ്പോൾ ഒരു ലൈറ്റ എരിവും ഉപ്പും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഡിഫറൻ്റ് ആയിരിക്കും. അതിൻ്റെ കോമ്പിനേഷൻ കട്ടൻ കാപ്പി മഴക്കാലത്ത് നല്ല പറ്റിയ സംഭവമാണ്. 4 തുള്ളി അങ്ങോട്ട് ഒഴിക്കുക. അത്രയും എണ്ണ മതി. ഒത്തിരി ഒഴിച്ചാലേ നമുക്ക് അങ്ങ് ഒത്തിരി അങ്ങനെ എണ്ണ ആയിപ്പോകും. അത്രയും മതി കേട്ടോ. ചൂടാകുമ്പം ശകലം മുളക് പൊടിയിട്ട് കരിയാപ്പില അങ്ങോട്ടിട്ട് ഇളക്കി ഈ കടല ഇട്ട് അങ്ങോട്ട് ഇളക്കി എടുത്താൽ ഇടലനായിരിക്കും. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് ശകലം മുളക് പൊടി അങ്ങോട്ട് ഇടാം കേട്ടോ. അതാ ഒത്തിരി ഇടരുതേ. നമുക്കപ്പം എരി കൂടിപ്പോൾ പിള്ളേർക്ക് കൊടുക്കണ്ട. ഒരു 4 തുള്ളി ഉപ്പും കൂടി ഇട്ട് അങ്ങോട്ടിട്ട് ഇളക്കി സംഭവം റെഡിയാക്കും. ഈ കടല അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇടാൻ കേട്ടോ. ഒന്ന് ചൂടാക്കി എടുത്താലേ ഇടലനായിരിക്കും. ഒന്ന് ഇളക്കട്ടെ. കാണുമ്പം തന്നെ നല്ലൊരു ലുക്കില്ലേ. നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്ന
മസാലക്കടലെന്നും പറയും. മസാല ഇട്ടിട്ടില്ല, ഞാൻ മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. കട്ടൻ കാപ്പിയുടെ കൂടെ നല്ല കിട്ടില്ല എന്നാ കേട്ടോ. നല്ല ഒന്ന് ചൂടായോണ്ടെങ്കിൽ എടുക്കാൻ പോയാനെ. നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോളം എരിവ് ഉപ്പൊക്കെ ഇടാൻ കേട്ടോ. ഞാൻ ലൈറ്റായിട്ട് ഇട്ടിട്ടുള്ളൂ, കാരണം ഇവിടെ ഉപ്പൊക്കെ കുറവും മതി. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. സിമ്മിൽ വെച്ചിരിക്കുക. ഇത് ഇലക്ട്രിക് സ്റ്റവ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചൂട് കൂടിയേ കരിഞ്ഞു പോകും. അപ്പോൾ അത് വേണ്ട, സിമ്മിൽ വെച്ചിട്ട് ഞാൻ എടുക്കുവാണ്. നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം. ആദ്യം ഒരു ഐറ്റം ഞാൻ പറഞ്ഞില്ലേ, ഉപ്പിട്ട് പുഴുങ്ങുന്ന, തൊലിയോടെ അല്ലാതെയും പുഴുങ്ങാം. അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇത് രണ്ടും എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട്. മസാല കടല, നല്ല ചൂടുള്ള കാപ്പി ഊതി ഊതി കുടിച്ചിട്ട് ഇത് ഈ രണ്ടെണ്ണം വാലിട്ട നല്ല ഉറങ്ങാൻ നല്ല പറ്റിയ സംഭവമായിരിക്കും കേട്ടോ. നല്ല സുഖമായിരിക്കും. ശരി, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നമുക്ക് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം.